നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിട്ടും മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിത്വത്തെ ചൊല്ലി കോൺഗ്രസിൽ ചരടുവലികളും കുതികാൽ വെട്ടും വീണ്ടും സജീവമായിരിക്കുകയാണ്. AICC പ്രഖ്യാപിച്ച പുതിയ KPCC ഭാരവാഹി പട്ടികയ്ക്ക് പിന്നാലെയാണിത്. 58 ജനറൽ സെക്രട്ടറിമാരുടെയും 13 വൈസ് പ്രസിഡന്റുമാരുടെയും 6 രാഷ്ട്രീയകാര്യ സമിതി അംഗങ്ങളുടെയും പട്ടികയിലുള്ള അതൃപ്തി കോൺഗ്രസിലെ പല കോണുകളിൽ നിന്നും ഇതോടകം ഉയർന്നു കഴിഞ്ഞു. പുതിയ ബലാബലത്തെ സംബന്ധിച്ച ചർച്ചകളും ശക്തമാണ്. സംസ്ഥാന കോൺഗ്രസിൽ AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ പിടിമുറുക്കിയതായാണ് വിലയിരുത്തൽ. ചെന്നിത്തല വിഭാഗവും പഴയ A ഗ്രൂപ്പും വലിയ പോറലേൽക്കാതെ രക്ഷപ്പെട്ടു. പ്രതിപക്ഷ നേതാവ് VD സതീശൻ പക്ഷത്തെ പുനഃസംഘടനയിൽ പഞ്ചറാക്കിയെന്നാണ് അണിയറയിൽ സംസാരം. ഉമ്മൻചാണ്ടിയുടെ വിയോഗത്തോടെ ഗോഡ്ഫാദർ ഇല്ലാതായ പഴയ A ഗ്രൂപ്പിനാവട്ടെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഉയർത്തിക്കാട്ടാൻ പറ്റിയ നേതാവില്ല. ഇലയ്ക്ക് പോയ കണ്ണികൾ ചേർത്ത് ഇടയ്ക്ക് ബലപ്പെടുത്തിയ വിശാല I ഗ്രൂപ്പ് മുഖ്യമന്ത്രി സ്ഥാനത്തിൽ തട്ടി വീണ്ടും ചിന്നിച്ചിതറി. മുൻ KPCC പ്രസിഡന്റുമാരായ K സുധാകരനും ഒരളവ് വരെ K മുരളീധരനും ബാറ്റൺ സ്വയം കൈയൊഴിഞ്ഞ മട്ടാണ്. കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അംഗം കൂടിയായ ശശി തരൂർ MP-യെ കേരളത്തിൽ നിലം തൊടിയിക്കില്ലെന്ന വാശിയിലാണ് പാർട്ടിയിലെ പ്രബല നേതാക്കൾ. മുഖ്യമന്ത്രി സ്ഥാനത്തേക്കുള്ള ഓട്ടപ്പന്തയത്തിൽ KC വേണുഗോപാലിന്റെ പിന്തുണ ലഭിക്കുമെന്നായിരുന്നു ഒരു ഘട്ടത്തിൽ സതീശൻ പക്ഷത്തിന്റെ പ്രതീക്ഷ. KCയുടെ നീക്കവും അതിലേക്ക് കണ്ണുവെച്ചാണെന്ന സംശയം ശക്തിപ്പെടുത്തുന്നതാണ് പുതിയ സമവാക്യങ്ങൾ. A വിഭാഗത്തിലെ പല നേതാക്കളും ഇപ്പോൾ മനസ്സുകൊണ്ട് KC വേണുഗോപാലിനൊപ്പമാണ്. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് മത്സരം വന്നാൽ അവർ പിന്തുണയ്ക്കാൻ സാധ്യത KCയാണ്. അവർ കൂടി കൈകോർത്താൽ പുതിയ 77 KPCC ഭാരവാഹികളിൽ കുറഞ്ഞത് 30 പേരുടെ പിന്തുണ KCക്ക് ലഭിക്കുമെന്നാണ് പറയുന്നത്. സ്ഥാനാർത്ഥി നിർണയത്തിലും പ്രതിഫലനമുണ്ടാവാം. കേരള രാഷ്ട്രീയത്തിൽ താൻ സജീവമാകുന്നത് ആലപ്പുഴയിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട MP എന്ന നിലയിലാണെന്നും ഏതെങ്കിലും കസേര മോഹിച്ചല്ലെന്നുമാണ് KC വേണുഗോപാൽ ഇന്നലെ മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. പിണറായി സർക്കാരിനെ താഴെയിറക്കുകയെന്ന ഏക ലക്ഷ്യമാണ് കേരളത്തിലെ കോൺഗ്രസുകാരുടെ മുന്നിൽ ഇപ്പോഴുള്ളത്. അതിനുവേണ്ടി കേരളത്തിൽ കൂടുതൽ സജീവമാകുമെന്ന KCയുടെ വാക്കുകളിലെ വ്യംഗ്യാർത്ഥമുണ്ട്. KCയുടെ പ്രതികരണങ്ങളിൽ അഭിപ്രായം ആരാഞ്ഞ മാധ്യമങ്ങളോട് ആകാശത്തേക്ക് കൈ ചൂണ്ടി കാലാവസ്ഥയെ സൂചിപ്പിക്കുന്ന തരത്തിൽ റെഡ് അലേർട്ട് ആണല്ലോ എന്നായിരുന്നു VD സതീശന്റെ മറുപടി. അതിന്റെ അർത്ഥതലങ്ങളും പലതാണ്. പരിഹാസമെന്നോ നിർദോഷമായ തമാശയെന്നോ ഒക്കെ വിശേഷിപ്പിക്കാം. ആർക്കാവും റെഡ് അലേർട്ട് എന്നും വ്യാഖ്യാനിക്കാം.